Please like and subscribe. നമ്മളൊരു പുതിയ ട്രിപ്പ് പോവാണ്. മൈസൂർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആയിരുന്നു. നാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എസ്റ്റേറ്റ് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ഓഫ് റോഡ്. ഞങ്ങളുടെയൊക്കെ ഒരു വലിപ്പം നോക്കിയേക്കും. നമ്മുടെ റൂമിൻ്റെ ഉള്ള വ്യൂ ആംബിയൻസ് നമുക്ക് വേറെ എവിടെയും കിട്ടുമോ? കണ്ടാ എങ്ങനെയുണ്ട്? അഴയൊരു ബിൽഡിംഗ്. ആന കടുവ എന്നുള്ളൊരു മൂഡിലാണ് ഞങ്ങൾ പോകുന്നത്. സൺഡേ കറങ്ങാൻ പോണത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഗോൾഡൻ ടെമ്പിൾ, ഒറിജിനൽ ടിബറ്റിന്റെ ഒരു ലിവിങ്. എലിഫന്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ആനയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ ട്രിപ്പ് പോവാണ്. കൊടക് ഒരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അധികം സ്ഥലങ്ങളിലൊന്നും കുടകിൽ കറങ്ങുന്നില്ല. ഒരു അതൊക്കെ അവിടെ വഴിയിൽ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ പറഞ്ഞാൽ സസ്പെൻസ് വിളിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് 9:00 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. ഇതൊരു പോണ്ടിവയൽ, മൈസൂർ പോണ്ടിവയലുള്ളൊരു സ്ഥലമുണ്ട്. മധു ടിഫാനി എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊട്ട് തിരക്കാണ്ടെന്ന് വീക്കെൻഡൊക്കെ നമുക്ക് കാണാം. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇൻട്രോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വീഡിയോ കാണുക. ഇത് ഇൻട്രോയിൽ തന്നെ പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ പരിപാടിയും ചെയ്യുക. അപ്പോൾ നമ്മൾ മൈസൂർ എക്സ്പ്രസ് ഹൈവേ കൂടെ ഇതൊക്കെ കഴിഞ്ഞു. ഇത് നമ്മൾ കൂർഗ് ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാക്കണ്ട ടോളിൻ്റെ എക്സ്പ്രസ് ഹൈവേ വണ്ടികൾ നിർത്തിയിട്ട് കണ്ട. പണ്ടൊക്കെ മൈസൂർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ എത്രയോ 9:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കഴിഞ്ഞ് ഇറങ്ങിയത് എത്ര മണിയായ സമയം? 9:58 ആവും. 9:58 ആയിട്ടുള്ളൂ. അരമണിക്കൂർ മുമ്പിലേക്ക് നമ്മളിവിടെ എത്തിയാ. ഓ, ഇപ്പൊ മൈസൂര് പണ്ടൊരു ടാസ്ക് ആയിരുന്നു. ഇപ്പൊ എത്ര പെട്ടെന്ന് നമ്മൾ മൈസൂർ എത്തിയ. നമ്മൾ എത്ര മണിക്ക് കഴിഞ്ഞ് കൂർഗിലെത്തുക? 2 മണിക്കൂർ 2.5 മണിക്കൂർ. ഇനി 2.5 മണിക്കൂർ ഉണ്ടല്ലേ. ഒരു 12:30 കൂർഗ് എത്തുമ്പോ. അപ്പൊ നമ്മുടെ വേറൊരു കസിൻസ് ഉണ്ട്. അവര് മുന്നിൽ പോയിട്ടുണ്ട്. പിള്ളേരൊക്കെ ആ വണ്ടിയിൽ കയറ്റി വിട്ടു. നമ്മളിങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂർഗ് ലക്ഷ്യമാക്കിയിട്ട്. വഴിയല്ലേ, നല്ല പ്ലെയിൻ വഴി, അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു ലൊക്കേഷൻ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളൊന്ന് ഒരു അടിപൊളി നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. അവിടെ ഇരിക്കാൻ നല്ല അടിപൊളി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് നിർത്തിയതാണ്. ഐഡന്റിറ്റിക്കൽ ഡിഫറൻസ് അല്ല, എന്നാലും ഒരു ചെറിയ ചായയൊക്കെ ഉണ്ട് അവർക്ക്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ അടിപൊളി 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ച് ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് സെറ്റാക്കി ഒരു വഴി കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂർഗിലേക്ക് എത്താൻ ഇനി ഒരു 10-20 കിലോമീറ്റർ ഉള്ളൂ. എത്തണ വഴിക്ക് ഒരു കാട്, വിരാജ്പേട്ട റൂട്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്. കറക്റ്റ് ഒരു അടിപൊളി കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാട് നല്ല ഇതുവരെ കാണാത്തൊരു കാടായതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് മൃഗങ്ങൾ, അതായത് ടൈഗർ ക്രോസിങ്, അതിൻ്റെ ഇതൊക്കെ ബോർഡൊക്കെ കണ്ടു. പക്ഷേ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കാണാനില്ല. നമുക്കൊന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പോയി നോക്കാം. എസ്റ്റേറ്റ് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഈ സ്ഥലത്ത് മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ്. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫെൻസ് ചെയ്തിട്ട് ഫുൾ കാപ്പി. നല്ല അടിപൊളി എസ്റ്റേറ്റുകൾ. അവിടെയൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ല അടിപൊളി എസ്റ്റേറ്റുകൾ. കവുങ്ങൊക്കെ നമ്മൾ കേരളത്തിലെത്തിയ പോലത്തെ ഒരു ഫീൽ. കാപ്പി മാത്രം ഒഴിച്ച് ബാക്കി ഒരു കേരളം കണ്ട. മറ്റേ ഇത് കണ്ടടി, കാപ്പി പൊടിച്ചിടാൻ പറ്റിയ സ്ഥലം കണ്ട. കാപ്പി കുരു ഉണക്കിയിടാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മളിത് താമസിക്കുന്ന എസ്റ്റേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴി എങ്ങനെയുണ്ടെന്നുള്ള ഒരു ഫുൾ ഓഫ് റോഡ് അല്ല, ചെറിയൊരു ഓഫ് റോഡ്. അത്ര വലിയ ഓഫ് റോഡല്ല, ചെറിയൊരു വഴി ഒന്ന് കണ്ടൊക്കെ. ഫുള്ള് കാപ്പി തന്നെയല്ലേ കളിയത്. കാപ്പി ആ മരങ്ങളുടെ ഒക്കെ ഒരു വലിപ്പം നോക്കിയേക്കും. അങ്ങനെയുണ്ട് കയറി പോണ വഴികള് കിടുവായിട്ടില്ലേ.
താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എങ്ങനെയുണ്ട് എസ്റ്റേറ്റ് കാണിച്ചു തരാം. ഇത് BPCLന്റെ ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പൊ ഞാൻ റൂമിന്റെ ഉൾഭാഗം ഒന്ന് വെറുതെ കാണിച്ചു തരാം. 2 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല വലിയ 2 റൂമാണ്. പിന്നെ ബാൽക്കണി ഉണ്ട് രണ്ടിനും. ഇത് നമ്മുടെ റൂമിന്റെ ഉള്ള വ്യൂ ആണ്, അടിപൊളി. പിന്നെ ഇത് അടുത്ത റൂം, അതിനും നല്ലൊരു വലിയൊരു ബാൽക്കണി. ഇത് ഫുള്ള് നമുക്ക് കാപ്പിത്തോട്ടം കാണാം പുറത്ത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഇവർ തന്നെയായിട്ട് പ്രൊവൈഡ് ചെയ്യണം. കാരണം നമുക്ക് പുറത്ത് പോയിട്ട് മേടിക്കലൊന്നും നടക്കില്ല. കാരണം 3 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. ഡൈനിങ് ഒക്കെ നല്ല അടിപൊളി ഒരു പഴയൊരു രാജ സെറ്റപ്പാണ്. ഈവനിങ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകൾ. ഇവിടെ ക്യാമ്പ് ഫയറും ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഫുൾ കാപ്പിത്തോ ഒരു ആംബിയൻസ് ഈ ഒരു ആംബിയൻസ്. ഇത് ബാൽക്കണി. ഇത് ഞങ്ങളുടെ റൂമല്ല, ഞങ്ങളുടെ റൂമിൽ അപ്പുറത്തെ റൂമാണ്. നടന്നു നോക്കാം. നമ്മൾ വന്ന് കയറി വന്ന വഴി അടിപൊളിയല്ലേ വഴി. ഇരുട്ടായതുകൊണ്ട് ഞാൻ പോകണില്ല. ഇഷ്ടം പോലെ ഉണ്ട് കാപ്പിക്കുരു. കണ്ട കാപ്പിക്കുരു, ഇഷ്ടം പോലെ കാപ്പിക്കുരു ഉണ്ട്. കാപ്പിക്കുരു തോട്ടത്തിലുള്ളൊരു പഴയ കരിങ്കല്ല് കൊണ്ട് കൊണ്ടുള്ളൊരു വീട്ടിലെ ആ മോഡൽ. ഇങ്ങനെ നമ്മുടെ ബാൽക്കണി തന്നെ ഇറങ്ങിപ്പോയിട്ട് അവിടേക്കാണ്. മുകളിലേക്ക് ഇങ്ങനെ കയറാം തോട്ടത്തേക്ക്. അവിടെ അട്ട ഉണ്ടാവും പറഞ്ഞപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് കയറുന്നില്ല. ഇതിലേക്കൊക്കെ തോട്ടത്തിൻ്റെയൊക്കെയുള്ള പല വഴികളുണ്ട്. എങ്ങനെയുണ്ട് അഴകിയൊരു ബിൽഡിങ്? അത് അടിപൊളിയല്ലേ? നമ്മൾ രാത്രി നൈറ്റ് ഡ്രൈവിന് പോവാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ താമസിക്കുന്ന പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ. എങ്ങനെയുണ്ട് സ്ഥലം? കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്നറിയാം, പക്ഷെ എനിക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. നല്ല പേടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ രാത്രി ആന ഇറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞത്. രണ്ടും കൽപ്പിച്ചുള്ളൊരു പോക്കാണ്. ആനങ്ങ ആന, കടുവങ്ങ കടുവ എന്നുള്ളൊരു മൂഡിലാണ് ഞങ്ങൾ പോണേ. ആഹാ, എന്താ വഴിയില്ലേ? കാലത്ത് വരുമ്പോ ഇത്രയും ഒരു ഭീകരത ഉണ്ടായിരുന്നില്ല അല്ലേ? വെളിച്ചത്തായിട്ട് നമുക്ക് ഫീൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ വരെ പോകണല്ലോ. നോക്കാം, നമ്മളിങ്ങനെയാ വന്നേ. അത് കൂട്ടിട്ടെടുക്കാണോ? അല്ല, ആ താക്കോൽമ പ്രസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞേ. ആ കീമൊന്ന് പ്രസ് ചെയ്തേ. കാറിൽ കയറാതെ സൺഡേ കറങ്ങാൻ ഇറങ്ങുകയാണ്. അന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എസ്റ്റേറ്റിലെ കുറച്ച് കാപ്പി എസ്റ്റേറ്റിലെ കുറച്ച് കാഴ്ചകൾ കണ്ട് നമുക്ക് നോക്കാം. ഇവിടെ അങ്ങനെ കയറിപ്പോയി കുറച്ചില്ല, റിസ്ക്കാണ് കയറൽ. വേണ്ട, ഇതൊക്കെ ഫെൻസിങ് ഉണ്ട് കേട്ടോ. പോണ വഴിയൊന്നൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ താഴത്തേക്കുള്ള വഴിയൊന്ന് കാണിച്ചു. ഒരു പ്രാവശ്യം കാണിച്ചതാ, രാത്രി എടുക്കുന്നുണ്ട്. ഭീകരതല്ലേ? അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ ഉള്ളൊരു ഒരു മാൻ പോണത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞിമാൻ. ഏയ് ഒന്നുമില്ല, ആളിറക്കണ്ട, പോകണ്ട. ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരം ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകൾ കാണാം. ഞായറാഴ്ച ഫുൾ മലയാളികളാട്ടാ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബിൽഡിങ്ങുകൾ, സ്കൂൾ ബിൽഡിങ്ങാണ്. ഇവിടെ നമുക്ക് ലഡാക്കിൻ്റെ മറ്റേ ഇത് മേടിക്കണം. ഇവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്. ഹിസ് ഹോളിനെസ് പെനോർ ഗോൾഡൻ ടെമ്പിൾ, പത്മസഭ ബുദ്ധിസ്റ്റ് വിഹാര.
പത്മസംഭവ ബുദ്ധിസ്റ്റ് വിഹാര ഉണ്ട്. ഇവിടെ ഒരു മണി കണ്ട, ഒരു മണി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ മറ്റേ തിരി കത്തിച്ച് വയ്ക്കില്ലേ, അതുപോലെ വിളക്ക് കത്തിച്ച് വയ്ക്കില്ലേ. ടെമ്പിൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡ് ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലേക്ക് നടന്ന് നോക്കണം. അല്ല, കുറേ സ്ഥലത്തേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് പോകാൻ പറ്റില്ല. കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതൊരു പ്രയർ ഹോളാണ്. ആക്ച്വലി പ്രയർ ചെയ്യാനുള്ള മണിയുണ്ട്. ഈ ബെല്ലടിച്ചിട്ടാണ് ഒരു സ്പെഷ്യലി പ്രേ ചെയ്യുക. ഒരു പ്രയർ ഹോളാണിത്. നമ്മുടെ പള്ളിക്കുള്ളിലെ ഭാഗങ്ങളില്ലേ ഇരിക്കാനുള്ള സ്ഥലം. ഇത് വേറൊരു പ്രയർ ഹോളാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്നത് കാണുന്നത്. പ്രാർത്ഥിക്കുന്ന മറ്റേ കുഴലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടിബറ്റുകാരുടെ ഒറിജിനൽ ടിബറ്റിൻ്റെ ഒരു ലിവിങ് സ്റ്റൈലിൻ്റെ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെയാണ് അവരുടെ ടിബറ്റിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ വീടുകളും അവരുടെ ടെമ്പിളുകളും ശരിക്കുള്ളത്. മലകളാണ് അവിടെ ഫുള്ള്. ടിബറ്റൻ മലനിരകൾ നേരിട്ടില്ലേ, അവരുടെ മലയുടെ അടിവാരത്തുള്ള വീടുകളും ഒരു അമ്പലത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അവരുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗോൾഡൻ ടെമ്പിളിന് മുന്നുള്ള ഒരു ഷോപ്പിംഗ് പരിപാടിയിലേക്ക് വന്നിരിക്കുന്നു. ദുബാര ആന കേന്ദ്രത്തിലെത്തിയിട്ട് ഇനിയിപ്പോൾ അവിടുത്തെ കുറച്ച് പരിപാടികൾ, എലിഫൻറ്റിൻ്റെ എന്തോ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഈ റിവർ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ. നല്ല തിരക്കാണെന്ന് സൺഡേ ആയതുകൊണ്ട്. അടിപൊളി തിരക്കാണ്. ക്യൂ അറ്റം വരെ ഉണ്ട്. ക്യൂ നമ്മൾ ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബോട്ടിൽ വേണം അപ്പുറത്തേക്ക് പോകാൻ. നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ദുബാര എലിഫൻറ്റ് ക്യാമ്പ്. ദുബാര എലിഫൻറ്റ് ക്യാമ്പിൻ്റെ അവിടെ എത്തി. എലിഫൻറ്റ് ക്യാമ്പിൻ്റെ എത്തി. എലിഫൻറ്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് മുന്നോട്ട് നടക്കാം. ഇതാന വരുന്നു, അടുത്താന വരുന്നു. നീ ആന ആന ഇടുവാ റോഹിത്തിന്റെ കൈ പിടി, ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചോ. മൂന്നാന, നാലാന. ഇവിടെ ആന തലവിരിക്ക് നിൽക്കണ്ട. ഇവിടെ ഒരു ആനയുണ്ട്. അത് സുരേഷണ ഇറങ്ങിക്കോ. കൊമ്പിന്റെ രാജേന്ദ്ര. ആനയുടെ പേര് രാജേന്ദ്ര. അവിടെ പറമ്പിലൊക്കെ ആനകൾ നിൽക്കുന്നുണ്ടോ? നമ്മളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. 6:30 ക്ലോസ് ആണ്. അപ്പം നമ്മളിനി ബോട്ട് പിടിക്കാനുള്ള യാത്രയിലാണ്. ഇവിടെ കണ്ട ആന വന്ന് കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. അടിപൊളിയല്ലേ?